എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ 10ാം ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ ഹിന്ദി ക്ലാസ്സാണ് ആരംഭിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത ഭാഗങ്ങൾ നിങ്ങൾ നല്ലതുപോലെ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാകും എന്ന് കരുതുകയാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ നല്ല എളുപ്പമുള്ള പാഠമാണ്. ഇന്ന് നമ്മൾ എടുക്കുന്ന ഭാഗം തൊട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാകും. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ഞാൻ നൽകും. നിങ്ങളത് വായിച്ച് മനസ്സിലാക്കിയിട്ട് ആൻസർ എഴുതി വെച്ചേക്കുക. അപ്പോൾ ഈ രീതിയിലുള്ള ക്ലാസ് ആയതുകൊണ്ട് അലസത വിചാരിക്കരുത്. നമുക്ക് പഴയതുപോലെ ക്ലാസ്സുകളൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഇതേപോലെ ഓരോ വേർഡുകൾ പറഞ്ഞ് സെൻറ്റൻസിൻ്റെ മീനിങ്ങൊക്കെ പറഞ്ഞ് പാഠഭാഗങ്ങൾ എടുത്ത് തീർക്കാനൊരു അവസരം ചിലപ്പം കിട്ടത്തില്ല. അപ്പോൾ ഈ ക്ലാസ് ആ ഒരു സീരിയസോടെ നിങ്ങൾ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കണം. കാരണം ആദ്യം തൊട്ട് വീണ്ടും എടുത്ത് ഇപ്പോൾ സർക്കാർ നിർദ്ദേശിക്കുന്ന അത്രയും പാഠഭാഗം വരെ നമുക്ക് ചിലപ്പോൾ എത്താനുള്ള സമയം കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ എടുക്കുന്ന ക്ലാസ്സുകൾ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ക്ലാസ്സുകൾ മുന്നോട്ടെടുത്ത് പോകാനായിരിക്കും ചിലപ്പോൾ ഒരു സമയം ലഭിക്കുക. അപ്പോൾ ഈ എടുക്കുന്ന ക്ലാസ്സുകളുടെ സംശയങ്ങൾ പറഞ്ഞു തന്നിട്ട് ബാക്കി ഭാഗത്തോട്ട് നീങ്ങാൻ പറ്റും. അപ്പം കൃത്യമായിട്ട് അതെല്ലാം വായിച്ച് മനസ്സിലാക്കി വെക്കുക. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ കുട്ടികൾ കടയിലേക്ക് പോകുന്ന ഒരു സന്ദർഭമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി അതിൻ്റെ അടുത്ത പാസേജ് ഞാനൊന്ന് വായിക്കാം. സന്ദർഭങ്ങളാണ്, അതിനുശേഷമേ കടയിലെത്തൂ. 1981 का साल राजस्थान में जयपुर के नज़दीक सवारी गाड़ियाँ और मालगाड़ियों से सदाफरा फुलेरा जंक्शन कस्बे के लगभग सूनी तंग गलियों में खामोश कड़े, बिजली के खंभों के बीच कीमची तारों की कतारें, इन गलियों में जहां तहां दिखाई पड़ते मिट्टी कंठियाँ बजाते फेरी वाले, एक अंधेरी सी गली में चाह सात गैथों की खुरों की टापों की आवाज़ें. ഇത്രയുമാണ് പാസേജ്. അപ്പോൾ മീനിങ് പറയാം. 1981 का साल 1981 വർഷം. 1981 1919 81 81. ഇടയ്ക്ക് നമ്മൾ സൗ ചേർത്താണ് ഈ നാലക്കങ്ങൾ വായിക്കുന്നത്. അപ്പോൾ 19 കഴിഞ്ഞ് സൗ ചേർക്കും. അപ്പോൾ 19 സൗ, പിന്നെ 81 81. അങ്ങനെ 1981 സാല് വർഷം. അപ്പോൾ 1981 വർഷം. ഈ കഥ നടക്കുന്ന വെറുതെ ഒരു സംഖ്യ മാത്രമാണ്, അതൊന്നും ഓർത്ത് വയ്ക്കേണ്ട ആവശ്യമില്ല. രാജസ്ഥാൻ മേ ജയ്പൂർ കെ നസ്തീഖ്, രാജസ്ഥാനിൽ ജയ്പൂരിനോട് ചേർന്ന്, നസ്തീഖ് എന്ന് വെച്ചാൽ തൊട്ടടുത്തെന്നാണ്, വളരെ അടുത്ത്. സവാരി ഗാഡിയം അവർ മാൽ ഗാഡിയോംസ്, സവാരി ഗാഡി നമ്മൾ യാത്രക്കാർ പോകുന്ന വാഹനം. പിന്നീട് മാൽഗാഡി സാധനങ്ങൾ കൊണ്ടുപോകുന്ന വാഹനം. വണ്ടിയുടെ വാക്കാണ് ഗാഡി, മാലാണ് നമ്മൾ പറയുന്ന ചരക്ക്, സാധനങ്ങൾ. അപ്പോൾ യാത്രക്കാർ പോകുന്ന വാഹനമുണ്ട്, സാധനങ്ങൾ കൊണ്ടുപോകുന്ന വാഹനമുണ്ട്. നമ്മൾ യാത്രക്കാർ പോകുന്നതാണ് സവാരി ഗാഡി, സാധനങ്ങൾ കൊണ്ടുപോകുന്നതാണ് മാൽഗാഡി. മാല് വാക്കിൻ്റെ മീനിങ് ആണ് സാധനം, ചരക്ക്. സദാഫര എപ്പോഴും, സദാ, ഫര നിറഞ്ഞ. ഫുലേറ ജംഗ്ഷൻ, ഫുലേറ ജംഗ്ഷൻ നമ്മുടെ കഥ നടക്കുന്ന സ്ഥലപ്പേരാണ് ഫുലേറ. ഓർത്ത് വെച്ചേക്കണം, ഒരു ഏപ്പാർട്ട് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ സാഹിലും വേലയൊക്കെ താമസിക്കുന്ന ആ ഒരു പശ്ചാത്തലത്തിൽ പറയുന്ന സ്ഥലപ്പേരാണ് ഫുലേറ, ഫുലേറ ജംഗ്ഷൻ. കസ്ബെ കെ ലഗ്ഭഗ് സൂനി, ചെറിയ പട്ടണമാണ് കസ്ബെ. ലഗ്ഭഗ് ഏകദേശം, സൂനി ശൂന്യം, വിജനം, മലയാള വാക്കാണ് ശൂന്യം, ഒന്നുമില്ലാത്തത്.
അപ്പം പട്ടണം ഏകദേശം വിജനമാണ്. തങ്ക് ഗലിയ, ഇടുങ്ങിയ തെരുവുകൾ. തങ്ക് വാക്കിൻ്റെ മീനിങ് ആണ് ഇടുങ്ങിയ. ഗലി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ വേർഡാണെന്ന് തോന്നുന്നു. തെരുവെന്നാണ്, തെരുവ്. നമ്മൾ റോഡെന്നൊക്കെ പറയും. ഇടുങ്ങിയ റോഡ്, വീതിയൊക്കെ കുറഞ്ഞ റോഡ്. ഇവിടെ അതിന് പകരം തെരുവ്, ഇടുങ്ങിയ തെരുവ്. ഗലിയോമേ ഖാമോശ് കട, തെരുവിൽ നിശബ്ദമായിട്ട് നിൽക്കുന്ന, നിശബ്ദമാകുക, ഖാമോശ്. ഖഡെ, ഖഡന എന്ന് പറയും, ഖഡിന, നിൽക്കുക. അപ്പം നിശബ്ദമായിട്ട് നിൽക്കുന്ന, മിണ്ടാതെ നിൽക്കുന്ന. ബിജലി കെ കംഭെ, ഇലക്ട്രിക് പോസ്റ്റ്. കറണ്ടിൻ്റെ വാക്കാണ് ബിജലി. കംഭെ വാക്കിൻ്റെ മീനിങ് ആണ് തൂണ് അല്ലെങ്കിൽ പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം കറണ്ടിൻ്റെ തൂണ്, അത് നമ്മൾ പറയുന്ന ഇലക്ട്രിക് പോസ്റ്റ്. നിശബ്ദമായിട്ട് നിൽക്കുന്ന ഇലക്ട്രിക് പോസ്റ്റ്. പോസ്റ്റുകൾ നിശബ്ദമായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഇപ്പം പോസ്റ്റുകൾ നിശബ്ദമായിട്ട് നിൽക്കുന്നതൊക്കെ പറഞ്ഞാൽ നേരത്തെ പോസ്റ്റ് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു എന്നല്ല, വെറുതെ ഒരു പശ്ചാത്തലം, അത്രയേ ഉള്ളൂ. കംഭോങ്കെ ബീച്ച്, ഈ പോസ്റ്റിൻ്റെ ഇടയിൽ. കെ ബീച്ചാണ് ഇടയ്ക്ക്. കീംചി, വലിച്ചു കെട്ടിയ. കീംചിന വാക്കിൻ്റെ അർത്ഥം വലിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. കഥയായതുകൊണ്ട് ആ സന്ദർഭം ചേർത്താണ് നമ്മൾ വലിച്ചു കെട്ടുക എന്ന മീനിങ് പറയുന്നത്. താരുങ്കി കതാരെ, കമ്പികളുടെ വരികൾ. ഇലക്ട്രിക് കമ്പിയുടെ വാക്കാണ് താര്. കതാർ എന്നാണ്, കതാർ വരി അല്ലെങ്കിൽ നിര, നിരനിരയായ കമ്പികൾ അല്ലെങ്കിൽ വരി വരിയായ കമ്പികൾ. ഇതൊക്കെ നമുക്ക് സാധാരണ നമ്മൾ കാണുന്ന ഒരു ദൃശ്യം. ഒരുപക്ഷെ നമ്മുടെ വീടിന് മുൻവശം തന്നെ കാണും പോസ്റ്റ്, അതിൻ്റെ ഇടയിലൂടെ വലിച്ചു കെട്ടിയിരിക്കുന്ന കമ്പികൾ. അത്രയേ ഉള്ളൂ കാഴ്ച. പക്ഷേ ഈ നമ്മൾ ഉപയോഗിക്കുന്ന ഈ വേർഡുകളെല്ലാം പുതിയ വേർഡുകളായതുകൊണ്ട് ഇതിൻ്റെ മീനിങ് പഠിച്ചു വെക്കണം. ബിജലി കെ കംഭെ മീനിങ് പഠിക്കണം. ഖാമോശ് പഠിക്കണം. ഖഡെ, കീംചി, താരോങ്കി കതാരെ. ചുരുക്കി പറഞ്ഞാൽ ആ സെൻറ്റൻസിലെ മിക്കവാറും എല്ലാ വേർഡുകളും നമ്മൾ മീനിങ് പഠിച്ചു വെക്കേണ്ട വേർഡുകളാണ്. നേരത്തെ നമ്മൾ കേട്ട് പരിചയമുള്ള വേർഡുകളല്ല. ഇൻ ഗലിയോമേ ജഹാം തഹാം, ഈ തെരുവിൽ അവിടെയും ഇവിടെയും. നമ്മൾ ഒറ്റവാക്കിൽ അങ്ങിങ്ങായി എന്നൊക്കെ പറയാൻ പറ്റും. അങ്ങിങ്ങായിട്ട്, അവിടെ ഇവിടെയുമായിട്ട്. ദിഖായി പട്ടെ, കാണപ്പെടുന്നു. മീട്ടി കണ്ഠിയാം, ഉച്ചത്തിൽ മണിയടിക്കുന്ന. കണ്ഠിയാം ബജാന എന്ന് പറയും, മണിയടിക്കുക. ഫേരി വാലെ, കച്ചവടക്കാരൻ. സാധനങ്ങൾ റോഡിലൂടെ നടന്ന് കച്ചവടം ചെയ്യുന്ന ആളുകളുണ്ട്. അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫേരി വാല. ഇപ്പം മീൻ കച്ചവടക്കാരൊക്കെ മീനൊക്കെ നമ്മുടെ വീടിൻ്റെ അടുത്ത് കൊണ്ടുവരികയാണ്. വഴിനീളെ നടന്ന് അവർ കച്ചവടം ചെയ്ത് പോകുന്നവരാണ്. അപ്പോൾ അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ഫേരി വാല എന്ന് പറയുന്നത്. കട കെട്ടി കടയിലിരുന്ന് കച്ചവടം ചെയ്യും. അപ്പോൾ നമ്മൾ സാധനങ്ങൾ വേണമെങ്കിൽ ആ കടയിൽ ചെന്ന് നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കണം. അതൊക്കെ ദൂക്കാൻ വാലായാണ്, കടക്കാർ. നമ്മൾ കൊച്ചു ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ് ദൂക്കാൻദാർ, കടക്കാരൻ, കച്ചവടക്കാരൻ. അത് ദൂക്കാൻദാറാണ്. അപ്പോൾ നമ്മൾ ടെസ്റ്റ് കിടക്കുന്നതൊക്കെ പറഞ്ഞാൽ അത് ദൂക്കാൻ വാല. ഇവിടെ റോഡ് നീളെ നടന്ന് കച്ചവടം ചെയ്യുന്ന ആളുകളാണ്, അവരാണ് ഫേരി വാല. അപ്പോൾ അവർ റോഡേ പോകുന്നുണ്ടെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. നമ്മൾ വീട്ടിനകത്ത് ഇരിക്കുകയായിരിക്കും, അവർ റോഡേ പോവുകയായിരിക്കും. അപ്പോൾ ഇങ്ങനെ കച്ചവടക്കാർ റോഡേ പോകുന്നു എന്നറിയാൻ അവരെന്തെങ്കിലും ശബ്ദം ഉണ്ടാക്കും. ചില ആളുകൾ ഉച്ചത്തിൽ എന്തെങ്കിലും വിളിച്ചുകൊണ്ടൊക്കെ പോകും. ചില ആളുകൾ മണിയടിക്കും, ചില ആളുകൾ ഹോൺ അടിക്കും. നീട്ടിയുള്ള ഹോണടി കേൾക്കാൻ പറ്റും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ബല്ലടിക്കാരനുണ്ട്, ഐസ് കച്ചവടക്കാർ. ഒരുപക്ഷെ നിങ്ങളുടെ സ്കൂളിൻ്റെ അടുത്തൊക്കെ വന്നിട്ടുള്ളവരായിരിക്കും, നിങ്ങൾ കണ്ടിട്ടുള്ളവരായിരിക്കും, വാങ്ങി ചിലപ്പം കഴിച്ചും കാണും. അവരൊക്കെ കണ്ടിയാൻ പറ്റാത്തയാണ്, മണിയടിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ മണി മുഴക്കിക്കൊണ്ട് റോഡേ പോകുന്ന കച്ചവടക്കാർ, അവിടെ ഇവിടെയുമായിട്ട് അവരെ കാണാൻ പറ്റും. അപ്പോൾ രണ്ട് വേർഡാണ്, ഒന്ന് ഫേരി വാലായും ഒന്ന് ദൂക്കാൻ വാലായും. റോഡ് നീളെ നടന്ന് കച്ചവടം ചെയ്യുന്നവരാണ് ഫേരി വാല. കട കെട്ടി കടയിലിരുന്ന് അവർ കച്ചവടം ചെയ്യും. നമ്മൾ സാധനങ്ങൾ വേണമെങ്കിൽ കടയിൽ ചെന്ന് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് പോകണം, അവർ നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുവരത്തില്ല. അപ്പോൾ അത് ദൂക്കാൻ വാല. ഏ കംതേരി സി ഗലീമേ, ഇരുട്ട് നിറഞ്ഞ തെരുവിൽ, ഇരുണ്ട തെരുവ്.
വലിയ വെളിച്ചമൊന്നുമില്ല. ചഗ് സാത്ത് ഗഥോങ്കി ഖുരോംകി ടാപ്പോങ്കി ആവാസ. ചഹ് സാത്ത് സംഖ്യയാണ്, 6 7. ഗഥ കഴുത, 6 7 കഴുതകൾ. അവരുടെ ഖുറോങ്കി ടാപ്പോങ്കി ആവാസം, ഖുറോങ്കി ടാപ്പ് കുളമ്പടി, കുളമ്പിൻ്റെ അടി, ആവാസ ശബ്ദം. അപ്പോൾ ഈ കഴുതകൾ റോഡേ പോകുന്നതിൻ്റെ കുളമ്പടി ശബ്ദവും കേൾക്കാൻ പറ്റും. അത്രയുമാണ് ആ പാസേജ്. നമുക്ക് അവിടെ നിന്ന് നിങ്ങൾ പഠിച്ചു വയ്ക്കേണ്ട ഒറ്റ വേടേ ഉള്ളൂ, ഫുലേറ. ഒരു ക്വസ്റ്റ്യൻ ആൻസർ വരുന്ന ആ ഒരു സന്ദർഭം മാത്രമേ ഉള്ളൂ, ഫുലേറ എന്നുള്ള ആ ജംഗ്ഷൻ. അതുമാത്രം നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ബാക്കിയുള്ള വേർഡിൻ്റെ മീനിങ്ങുകൾ മനസ്സിലാക്കി വെച്ചേക്കുക. അല്ലാതെ അവിടെ നമുക്ക് മറ്റു ക്വസ്റ്റ്യൻ ആൻസറുകളൊന്നും തന്നെ ഇല്ല. ഉൻകെ പീछे ചൽത്തി ഏക്ക് ബഥൻ ഉഖാടെ കുംഹാർ इसी दृश्य के बीच से गुजरते हुए 2 स्कूली बच्चे बेला और साहिल. उन दिनों पेन में 5 पैसे से नीले स्याही फरी जाती थी. स्टेशनरी की दुकान वाले ट्रापर से पेन में स्याही फरते थे. നേരത്തെ നമ്മളെടുത്ത പാസേജിൻ്റെ ബാലൻസ് ഭാഗമാണ്. ഇവിടെയാണ് ആ സന്ദർഭങ്ങൾ തീരുന്നത്. ഇതിന് ശേഷമാണ് കുട്ടികൾ കടയിൽ ചെന്നിട്ടുള്ള നമ്മുടെ സംഭാഷണം, വാർത്താലാപ് ആരംഭിക്കുന്നത്. ഉൻകെ പീछे ചൽത്തി, അവർക്ക് പിറകെ നടക്കുന്നു. ഇപ്പം നേരത്തെ പറഞ്ഞ ആ ദൃശ്യങ്ങളെല്ലാം ആലോചിച്ച് നോക്കുക. കച്ചവടക്കാരനുണ്ട്, റോഡേ പോകുന്ന കച്ചവടക്കാർ, അവരുടെ പിറകിലായിട്ട് റോഡേ പോകുന്ന 6 7 കഴുതകൾ. ഇനി അതിൻ്റെയൊക്കെ പിറകിലായിട്ട് നടക്കുന്നു ഏക്ക് ബഥൻ ഉഖാടെ. ബഥൻ ഉഖാടെ, ഷർട്ടിടാത്ത എന്ന് മീനിങ് മനസ്സിലാക്കി വെക്കണം. ബഥൻ എന്ന് വെച്ചാൽ ശരീരം എന്നാണ് അർത്ഥം, ശരീരം. ഉഖാടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അനാവരണം ചെയ്യുക എന്നാണ്. എന്ന് വെച്ചാൽ ആവരണം ചെയ്യപ്പെടാത്തത്, പൊതിഞ്ഞൊന്നും വെക്കാത്തത്. അപ്പം പൊതിഞ്ഞു വെക്കാത്ത ശരീരം, ആവരണം ചെയ്യാത്ത ശരീരം. അപ്പം നമ്മൾ മീനിങ് പറയുമ്പോൾ ഷർട്ടിടാത്ത, അതെന്താണെന്ന് അടുത്ത വേർഡുകൾക്ക് മനസ്സിലാവും. കുംഹാർ, കുംഹാർ എന്ന് വായിക്കും, കുംഹാർ. കുശവൻ എന്നാണ്, കുശവൻ. അതായത് മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾ. മൺചട്ടി, മൺകുടങ്ങൾ, പിന്നെ മണ്ണുകൊണ്ടുള്ള ചെടിച്ചട്ടികൾ, ഇതൊക്കെ നിർമ്മിക്കുന്ന അവരെ വിളിക്കുന്ന പേരാണ് കുംഹാർ എന്ന്, കുശവന്മാർ. അപ്പം ഷർട്ടിടാത്ത ഒരു കുശവൻ റോഡിലൂടെ പോകുന്നു, അതാണ് കാഴ്ച. ഇപ്പോഴും ഈ മൺപാത്രങ്ങളൊക്കെ കൊണ്ട് ചില ആളുകളൊക്കെ നമ്മുടെ വീട്ടിൻ്റെ വാതിക്കലൊക്കെ എത്തുന്നുണ്ട്. ഇപ്പോഴും ഒരു ഭൂരിപക്ഷവും ആളുകൾ വരുന്നത് ഷർട്ടിടാതെ തന്നെയാണ്. അവരുടെ തോളിൽ ഒരു തോർത്ത് കാണും, പിന്നെ കൈലിയോ മുണ്ടോ എന്തെങ്കിലും ഒരു വസ്ത്രവും കാണും. ഇപ്പോഴും അങ്ങനെയാണ് ഭൂരിപക്ഷം ആളുകളും വരുന്നത്. ഇത് പണ്ട് കാലം തൊട്ടേ ഇവരുടെ ഒരു പശ്ചാത്തലം ഇങ്ങനെയാണ്. അപ്പോൾ ഇത് റോഡേ പോകുന്ന ഒരു കാഴ്ചയാണ് പറയുന്നത്. അപ്പം പ്രത്യേകം മനസ്സിലാക്കി വെക്കേണ്ടുന്ന വേർഡാണ് ബഥൻ ഉഖാടും കുംഹാർ. കുംഹാർ കുശവൻ, അത് കുഴപ്പമില്ല. ഈ ബഥൻ ഉഖാട് എന്നുള്ള മീനിങ് പ്രത്യേകിച്ച് പഠിച്ചു വെക്കണം. അനാവരണം ചെയ്യപ്പെടാത്ത. ബഥൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരവും, അനാവരണം എന്നാണ്, അനാവരണം, ആവരണം ചെയ്യപ്പെടാത്ത, കവറിടാത്ത. ടു അൺകവർ എന്നാണ് മീനിങ് കിടക്കുന്നത്. അപ്പം കവർ ചെയ്യപ്പെടാത്ത ശരീരം, കവർ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്നത് ഷർട്ടിടാത്ത ഒരു വ്യക്തി. അത് കുലത്തൊഴിലാണ് പറയുന്നത്. കുശവനാണ്, കുശവൻ, മൺപാത്രങ്ങൾ നിർമ്മിക്കുന്ന വ്യക്തിയാണ്. ഇസി ദൃശ്യക്കെ ബീച്ച് സെ, ഈ ഒരു കാഴ്ച, ദൃശ്യ, ബീച്ച് സെ ഇടയിലൂടെ, ഇത് റോഡിലെ കാഴ്ചയാണ്, ഇതിൻ്റെയൊക്കെ ഇടയിലൂടെ ഗുസർത്തെ ഹുയെ, ഗുസറിന സഞ്ചരിക്കുക അല്ലെങ്കിൽ കടന്നു പോകുക. ഇതിനിടയിലൂടെ കടന്നു പോകുന്നതാണ് ദോ സ്കൂളി ബച്ചെ, 2 സ്കൂൾ കുട്ടികൾ, ബേല അവർ സാഹിൽ. അപ്പം ബേലയും സാഹിലും റോഡേ പോകുന്നു.
ഈ ഒരു പശ്ചാത്തലം പറയാനാണ് ഇത്രയും ഒരു സിറ്റുവേഷൻ ഒരുക്കിയിരിക്കുന്നത്. റോഡിലുള്ള കാഴ്ചകൾ മുഴുവൻ പറയുന്നുണ്ട്. അതിനിടയിലൂടെ നടന്നു പോവുകയാണ് സാഹിലും ബേലയും. ഇവർ കടയിലേക്കാണ് പോകുന്നത്. ഉൻദിനോം പെന്മയും, ആ ദിവസം പേനയിൽ, പെന്നെന്നാണ് പെൻ എഴുതുമ്പോഴേ മുകളിൽ 2 ചിഹ്നം കൊടുക്കും. പൈൻ എന്ന് എഴുതിയിടും. പൈൻ നമ്മൾ വായിക്കുമ്പോൾ പെന്നെന്ന് വായിക്കും. 5 പൈസേസ്, 5 പൈസയ്ക്ക്. നീലി സ്യാഹി, നീല മഷി. നമ്മൾ മലയാളത്തിൽ പറയാം നീല, ഇത് സ്ത്രീലിംഗത്തിൽ കിടപ്പുണ്ട്. നീലി, സ്യാഹി മഷി, നീല മഷി. ഫരി ജാത്തീതി, നിറയ്ക്കണമായിരുന്നു. കുട്ടികൾക്ക് 5 പൈസയ്ക്ക് നീല മഷി നിറയ്ക്കണം. സ്റ്റേഷനറിക്ക് ദൂക്കാൻ വേല, സ്റ്റേഷനറി കടക്കാരൻ, ഈ മഷിയും മറ്റ് സാധനങ്ങൾ വിൽക്കുന്ന കടക്കാരൻ, സ്റ്റേഷനറി കടക്കാരൻ. ട്രാപ്പർസേ, പെന്മയും, ട്രാപ്പറാണ്. ഇന്ത്യ അങ്ങനെ ട്രാപ്പർ എന്ന് വായിക്കും. ഫില്ലറാണ്, ഫില്ലർ. ഈ കുട്ടികൾക്കൊക്കെ മരുന്ന് കൊടുക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ്, നിങ്ങളൊരു പക്ഷേ കണ്ടിട്ടുണ്ടാകും. ആ ട്രാപ്പറിലൂടെ പെന്മയും പേനയിൽ സ്യാഹി മഷി ഫർത്തേതെ നിറയ്ക്കുമായിരുന്നു. അപ്പോൾ 5 പൈസ കൊടുത്താൽ മതി, ഒരു പേന മഷി നിറച്ചു കൊടുക്കും. അതിനുവേണ്ടി കുട്ടികൾ കടയിലേക്ക് പോവുകയാണ്. പെന്മയും കൊച്ച് സ്യാഹി ബച്ചീതി, പേനയിൽ കുറച്ച് മഷി ബാക്കി ഉണ്ടായിരുന്നു. നിർബന്ധമായിട്ടും വേർഡിൻ്റെ മീനിങ് പഠിക്കണം. ബച്ചന എന്ന്, ബച്ചന എഴുതുമ്പോൾ ഒരു നായ ഒരു ചായ എഴുതാവൂ. ബച്ചന, ബാക്കി വരിക. പേനയിൽ കുറച്ച് മഷി ബാക്കി ഉണ്ടായിരുന്നു. സോ സാഹിലിനെ ജമീൻ പർ ചിട്ക് ദിയ. ഉസേ സാഹിലിനെ ജമീൻ പർ ചിട്ക് ദിയ. അത് സാഹില് ജമീൻ പർ, തറയിൽ, ചിട്ക് ദിയ, കുടഞ്ഞ് കളഞ്ഞു. ആ വേർഡും പഠിച്ചു വയ്ക്കണം. ചിട്ക് ദേന എന്നെഴുതി പഠിച്ചു വയ്ക്കണം. ചിട്ക് ദേന, കുടഞ്ഞ് കളയുക. ടെസ്റ്റിൽ ചിട്ക് ദിയ, അപ്പം മലയാളത്തിൽ ചെറിയ വ്യത്യാസം വരും. കുടഞ്ഞ് കളഞ്ഞു. കഥയാണ്, അവിടെ ഫുൾ സ്റ്റോപ്പാണ്, സെന്റൻസ് അങ്ങ് തീരെയാണ്. അതുകൊണ്ട് പൂർണ്ണമായിട്ടും അവസാനിക്കും വേർഡിൻ്റെ മീനിങ് കുടഞ്ഞ് കളഞ്ഞു. അപ്പം നമ്മൾ എഴുതി വെക്കുമ്പോൾ അത് വെർബാക്കി എഴുതി വെക്കണം. ചിട്ക് ദേന, കുടഞ്ഞ് കളയുക. അപ്പം പേനയിൽ കുറച്ച് മഷി ബാക്കി ഇരിപ്പുണ്ട്. ഇച്ചിരി മഷിയുണ്ട്, ഇച്ചിരിയേ ഉള്ളു, കുച്ച്. അതേ പോകുന്ന വഴിക്ക് തന്നെ സാഹില് തറയിൽ കുടഞ്ഞങ്ങ് കളഞ്ഞു. അപ്പം പേനയിൽ കുറച്ച് മഷി ഉണ്ടെങ്കിലും പേന പൂർണ്ണമായിട്ട് കാലിയാണെങ്കിലും 5 പൈസ കടയിൽ കൊടുത്താൽ അത് നിറച്ച് മഷി കിട്ടും. അപ്പം സാഹിലിന് എന്തോ മനസ്സിൽ അങ്ങനെ തോന്നി, കുറച്ച് മഷിയുണ്ട്, അതങ്ങ് കുടഞ്ഞ് കളയാവുന്നു. ഇച്ചിരി കുരുത്തക്കേടുള്ള കുട്ടിയാണ് സാഹിൽ. ഇച്ചിരി മഷി പേനയിലുണ്ടെങ്കിൽ കച്ചവടക്കാരനത് കുറച്ച് ബാക്കി മഷി കുറച്ചൊഴിച്ചാൽ മതി. കച്ചവടക്കാരന് 5 പൈസ കിട്ടുകയും ചെയ്യും, ഇച്ചിരി മഷി അയക്ക് ലാഭവും കിട്ടും. ചിലപ്പോൾ സാഹിലിന് തോന്നിക്കാണും അങ്ങനെ കച്ചവടക്കാരൻ ലാഭമൊന്നും പിടിക്കണ്ടാവും. അവൻ്റെ കുസൃതി കൊണ്ട് പേനയിൽ ബാക്കിയിരുന്ന ഇച്ചിരി മഷി അവൻ തറയിൽ പൂർണ്ണമായിട്ടും കുടഞ്ഞങ്ങ് കളഞ്ഞു. ആ പേന ഞാൻ കാലിയാക്കി. നയി സ്യാഹി ഫർവാനെ കേലി, പുതിയ മഷി നിറപ്പിക്കാൻ വേണ്ടി. നിറയുക, നിറയ്ക്കുക, രണ്ടും 2 വേട നമ്മൾ ഉപയോഗിക്കുന്നത്. നിറയുക, നിറയ്ക്കുക. നിറയുക എന്നാകുമ്പോൾ ഫർണ, നിറയ്ക്കുക എന്നാകുമ്പോൾ ഫർവാനയാണ്, ഫർവാന. അപ്പം നമ്മൾ പഠിക്കുക, പഠിപ്പിക്കുക, അതാണ് ആ വ്യത്യാസം വരുന്നത്. പഠിക്കുക നിങ്ങൾ സ്വന്തമായിട്ടിരുന്ന് പഠിക്കും, പഠിന. പക്ഷെ നിങ്ങളെ പഠിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ പഠാന എന്ന് പറയുന്നത്, പഠാന, പഠിപ്പിക്കുക. അതേപോലെ മഷി നിറയുക, മഷി നിറയ്ക്കുക. മഷി ഒരിക്കലും സ്വയം നിറഞ്ഞു വരത്തില്ല, അപ്പം നമ്മൾ നിറയ്ക്കണം. അതുകൊണ്ട് വാക്ക് ഫർവാന എന്നാണ്, ഫർവാന. അപ്പം മഴയൊക്കെ പെയ്യുമ്പോൾ പാത്രങ്ങളൊക്കെ വെളിയിരിപ്പുണ്ടെങ്കിൽ അതിനകത്ത് വെള്ളം നിറയും. നമ്മളൊന്നും ചെയ്യണ്ട, മഴവെള്ളം വന്നങ്ങ് നിറയും. അത് ഫർണായാണ്. ഇനി നമ്മൾ കിണറ്റിൽ നിന്നൊക്കെ വെള്ളം കോരിയടിക്കുകയോ ഒക്കെ അങ്ങനെയുള്ള സന്ദർഭങ്ങളാണെങ്കിൽ നമ്മൾ കോരിയെടുത്ത് നിറയ്ക്കണം. അപ്പോൾ അത് ഫർവാനയാണ്. ആ വേർഡിൻ്റെ മീനിങ്ങും വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കണം. ഫർണ, ഫർവാന. ഇത് മനസ്സിലാക്കുന്നത് പഠിന, പഠാന, അതാണ് വ്യത്യാസം. പഠിക്കുക, പഠിപ്പിക്കുക. ഇത് കണക്ക് വരുന്ന ഒരുപാട് വേർഡുകളുണ്ട്. ഇപ്പം കുളിക്കുക,
സ്വന്തമായിട്ട് നടക്കും. അല്ലെങ്കിൽ കുളിപ്പിക്കുക എന്നാണ് നമ്മൾ പറയുന്നത്. കഴിക്കുക അത് സ്വന്തമായിട്ടായിരിക്കും. അല്ലെങ്കിൽ കഴിപ്പിക്കുക എന്ന് നമ്മൾ പറയും. കഴിപ്പിക്കുക. അതേപോലെയാണ് ഇവിടെ. പേനയിൽ മഷി നിറയ്ക്കാൻ വേണ്ടി ദോനവും രണ്ടുപേരും ദൂക്കാൻ പർ പഹുൻസ് കടയിലെത്തി. 5 പൈസയ്ക്ക് നീല മഷിയാണ് നിറയ്ക്കേണ്ടുന്നത്. സാഹിലും ബേലയും കടയിലെത്തി. കടയിൽ ചെല്ലുന്നതിന് മുൻപ് സാഹിൽ ചെയ്ത ഒരു കുരുത്തക്കേടാണ്. പേനയിൽ ഇച്ചിരി മഷി ബാക്കിയുണ്ടായിരുന്ന അല്പമഷി അത് തറയിൽ കുടഞ്ഞങ്ങ് കളഞ്ഞു. ഇനി കടയിൽ ചെന്നു, കുട്ടികൾ കടയിൽ ചെന്നു. ഇനിയാണ് സംഭാഷണം തുടങ്ങുന്നത്. വാർത്താലാപാണ് ഇത്. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യേണ്ട ഒരു വാർത്താലാപാണ്. പക്ഷേ ഈ വാർത്താലാപിന് പ്രത്യേകതയുണ്ട്. നമുക്ക് വേണ്ടുന്ന എല്ലാ വേർഡുകളും ഈ ടെസ്റ്റിൽ തന്നെ കിടപ്പുണ്ട്. എല്ലാം നമുക്ക് ടെസ്റ്റ് നോക്കി തന്നെ നല്ല വാർത്താലാപം എഴുതാൻ പറ്റും. ഇതൊരെണ്ണം മാത്രമേ ഉള്ളൂ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. അപ്പം കടയിൽ ചെല്ലുന്ന കുട്ടികളും കടക്കാരനും തമ്മിലുള്ള വാർത്താലാപം തയ്യാറാക്കാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. കുട്ടികളെന്നാകുമ്പോൾ 2 പേരും സംസാരിക്കണം. സാഹിലും സംസാരിക്കണം, ബേലയും സംസാരിക്കണം. പിന്നെ ഒരു കഥാപാത്രം നമ്മുടെ ദൂക്കാൻദാറാണ്. ദൂക്കാൻദാർ കടക്കാരൻ, കച്ചവടക്കാരൻ. ഈ 3 കഥാപാത്രങ്ങളൊക്കെ വരുന്ന സംഭാഷണങ്ങൾ നമുക്ക് നമ്മുടെ ടെസ്റ്റിൽ തന്നെ വളരെ അപൂർവമായിട്ടേ ഉള്ളൂ. സാധാരണ നമ്മൾ കോൺവെർസേഷൻ എഴുതുമ്പോൾ 2 കഥാപാത്രങ്ങളാണ്, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. പക്ഷെ ഇവിടെ 3 കഥാപാത്രങ്ങളുണ്ടെന്നുള്ളതാണ് പ്രത്യേകത. 3 പേരും പറയുന്ന മിക്കവാറും എല്ലാ സംഭാഷണങ്ങളും ഈ ടെസ്റ്റിൽ തന്നെ കിടപ്പുണ്ട്. നമ്മൾ ആ കഥാപാത്രങ്ങൾക്ക് പേര് കൊടുത്ത് ഈ ടെസ്റ്റ് നോക്കി തന്നെ നമുക്ക് എഴുതാൻ പറ്റും. ഏക് പെൻ സ്യാഹി ഫർ ദോ. ഏക് പെൻ ഒരു പേന. സ്യാഹി ഫർ ദോ മഷി നിറച്ച് തരും. ഒരു പേന മഷി നിറച്ചതാ. സാഹിൽ സെ പഹലെ ഹി. സാഹിലിനേക്കാൾ മുൻപ് തന്നെ. ആ മീനിങ് മനസ്സിലാക്കി വെക്കണം. പഹലെ ഹി മുൻപ് തന്നെ, ആദ്യം തന്നെ. ബേലാനെ, ബേല ദുക്കാൻ വാലെ സെ കഹ കടക്കാരനോട് പറഞ്ഞു. അപ്പൊ സാഹില് പറയുന്നതിനേക്കാൾ മുൻപ് തന്നെ ബേല അങ്ങ് പറഞ്ഞു ഒരു പേന മഷി നിറച്ച് തരാൻ. ബേട്ട സ്യാഹി കി ബോതൽ അഫി അഫി കാലി ഹോ ഗയ. അബ് തോ കൽ ഹി മിൽ പായേഗി. അപ്പം കച്ചവടക്കാരൻ്റെ മറുപടിയാ, ബേട്ട മോനെ, സ്യാഹി കി ബോതൽ മഷിയുടെ കുപ്പി. മഷിയുടെ കുപ്പി, കുപ്പിയുടെ വാക്കാണ് ബോതൽ. സ്യാഹി കി ബോതൽ മഷിയുടെ കുപ്പി. അപ്പം ബേട്ട എന്നേ വിളിച്ചോളൂ. ബേട്ട എന്ന് വെച്ചാൽ മകനാണ്. അപ്പം 2 കുട്ടികളുണ്ട്. അപ്പം നമുക്ക് വേണമെങ്കിൽ അതിനെ ബേട്ടയെന്നാക്കാം, മക്കളെ അങ്ങനെ ആക്കാം. ബഹുവനത്തിലൊക്കെ പറയാം ബേട്ടയെ, മക്കളെ. മഷിക്കുപ്പി അഫി അഫി കാലി ഹോ ഗയ. ഇപ്പോഴങ്ങോട്ട് കാലിയായതേ ഉള്ളൂ. അഫി അഫി വളരെ അടുത്ത സമയത്ത് നടക്കുന്ന ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കാൻ മുന്നിൽ നമ്മൾ 2 പ്രാവശ്യം അഭി അഭി എന്ന് എഴുതും. അഫി അഫി കാലി ഹോ ഗയ, ഇപ്പോഴങ്ങോട്ട് കാലിയായതേ ഉള്ളൂ. അപ്പോൾ ഈ കുട്ടികൾ കടയിലേക്ക് ചെല്ലുന്ന തൊട്ട് മുന്നിലത്തെ ഒരു നിമിഷമാണ് കടയിലെ മഷി തീർന്നു പോയത്. നമ്മളിപ്പോൾ ഇപ്പോഴങ്ങോട്ട് കഴിച്ചതേ ഉള്ളൂ, ഇപ്പോഴങ്ങോട്ട് ചായ കുടിച്ചതേ ഉള്ളൂ, ഇപ്പോഴങ്ങോട്ട് പഠിച്ച് തീർന്നതേ ഉള്ളൂ എന്നൊക്കെ വളരെ അടുത്ത സമയങ്ങളെ സൂചിപ്പിക്കും. അതിനൊക്കെ നമ്മൾ അഭി അഭി ചേർത്ത് പറയും. അഭി അഭി കാ ഹോ ഗയ, ഇപ്പം കഴിച്ചു കഴിഞ്ഞു, ഇപ്പോഴങ്ങോട്ട് കഴിച്ചതേ ഉള്ളൂ. പിന്നെയും കച്ചവടക്കാരൻ പറയുക, അബ് തോ കൽ ഹി മിൽ പായേഗ. കൽ നാളെ, മില്ലാന്ന് വെച്ചാൽ കിട്ടുക. ഇനി നാളെ കിട്ടത്തുള്ളൂ. ഇന്ന് മഷി തീർന്നു, അത് ഇപ്പോഴങ്ങോട്ട് തീർന്നതേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നാളെ മഷി കിട്ടത്തുള്ളൂ. ലേക്കിൻ ഇസ്നെ തോ പെൻമയും ജോ സ്യാഹി ധി ഉസേ ഫി സെമീൻ പർ ചിട്ക് ദിയ. ബേല ബോലി. ലേക്കിൻ എന്നാൽ, ഇസ്നെത്തോ ഇവനാണെങ്കിൽ, പെൻമയും പേനയിൽ, ജോ സ്യാഹിദി ഉസേ ഉണ്ടായിരുന്ന മഷി, പേനയിൽ ഉണ്ടായിരുന്ന മഷി, സെമീൻ പർ ചിട്ക് ദിയ തറയിൽ കുടഞ്ഞു കളഞ്ഞു. ബേല പറഞ്ഞു.
അപ്പോൾ ചെറിയ സംഭാഷണങ്ങളാണെല്ലാം. ഇപ്പം ഇതിനകത്ത് ആദ്യം ബേലയാണ് സംസാരിച്ചു തുടങ്ങുന്നത്. അപ്പം നമുക്ക് വാർത്താലാപം എഴുതുമ്പോൾ ആദ്യം ബേല പറയുന്നതായിട്ട് എഴുതാം. ബേലാം എഴുതി 2 കുത്തിട്ടിട്ട് ഏക്കപ്പൻ സ്യാഗി ഫർദോ, ഒരു വേന മഷി നിറച്ചതാ. അപ്പം കച്ചവടക്കാരനെ മറുപടി ടെസ്റ്റ് കിടപ്പുണ്ട്. സ്യാഹി കി ബോതൽ അഫി അഫി കാലി ഹോ ഗയി, മഷിക്കുപ്പി ഇപ്പോഴങ്ങോട്ട് കാലിയായതേ ഉള്ളു, ഇനി നാളെ കിട്ടത്തോളം. അപ്പോൾ ഈ നാളെ കിട്ടത്തോളൂ എന്ന് പറയുന്ന സന്ദർഭം വെച്ച് നമുക്കങ്ങ് നിർത്താൻ പറ്റും. മഷിക്കുപ്പി ഇപ്പോഴങ്ങോട്ട് കാലിയായതേ ഉള്ളു. അപ്പം ബേലയും കച്ചവടക്കാരനും സംസാരിച്ചു കഴിഞ്ഞു. അവിടെ വെച്ച് നമുക്ക് വേണേൽ സാഹിൽ എന്ന കഥാപാത്രം എഴുതി 2 കുത്തു കൊടുത്തിട്ട് ഇനി എപ്പോൾ കിട്ടുമെന്നൊരു ചോദ്യം ചോദിക്കാം. കബമിലേഖ, കബമിലേഖ. ഇനി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഫിർ എന്നുള്ള വാക്ക് ഉപയോഗിക്കേണ്ടത്. ഫിർ കബമിലേഖ, ഇനി എപ്പം കിട്ടും? അപ്പം കച്ചവടക്കാരന് മറുപടിയും പറയാം, കൽ ഹി മിൽ പായേഗി, നാളെ കിട്ടും. അപ്പം അങ്ങനെ മീനിങ് മനസ്സിലാക്കി വെച്ചിട്ട് ഇടയ്ക്ക് കൊച്ചു കൊച്ചു ചോദ്യങ്ങൾ ചേർത്തിട്ട് വാർത്താലാപം അല്പവും കൂടെ വിപുലീകരിച്ച് എഴുതുക. ടെസ്റ്റ് കിടക്കുന്ന അതേപോലെ അങ്ങ് പകർത്തിയെടുത്ത് എഴുതല്ലേ. നിങ്ങൾ വേർഡിൻ്റെ മീനിങ് നല്ലപോലെ വായിച്ചു നോക്കുക. 2 സെൻറ്റൻസ് 3 സെൻറ്റൻസ് ഒക്കെ വരുന്ന ഭാഗം ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് 1 സെൻറ്റൻസ് ആക്കുക. ബാക്കി ഭാഗത്തിന് ചേരുന്ന ഒരു ചോദ്യം സാഹിലോ ബേലോ ചോദിക്കുക, എന്നിട്ട് തന്നെ മറുപടി എഴുതുക. അപ്പോൾ എല്ലാ വേർഡിൻ്റെ മീനിങ് മനസ്സിലാക്കുന്ന നിങ്ങൾക്ക് സ്വയം തന്നെ അറിയാൻ പറ്റും ഇതെങ്ങനെ എഴുതാൻ പറ്റുമെന്ന്. എഴുതുമ്പോൾ വളരെ, അതായത് നമ്മൾ കടയിൽ ചെന്ന് ഇങ്ങനെ മഷി ചോദിക്കുന്ന ഒരു സന്ദർഭം പോലെ ആ രീതിയിലുള്ള ഒരു സ്വാഭാവികമായ രീതിയിലുള്ള വാർത്താലാപ് എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ ഇവനാണെങ്കിലേ പേനയിലിരുന്ന മഷി കുടഞ്ഞങ്ങ് കളഞ്ഞ്. അപ്പോഴേ കടക്കാരൻ്റെ ഒരു മറുപടിയാണ്, ബാദൽ കോ ദേക്ക് കർ ഖടേ കോ നഹീം ദുലാന ചാഹിയെ, ദുക്കാൻ വാല ഭയ്യ ने कहा. ബാദൽ കോ ദേക്ക് കർ, മേഘം കാണുമ്പോൾ, കാർമേഘം കാണുമ്പോൾ, ഖടേക്കോ കുടം, വെള്ളമൊക്കെ ഇരിക്കുന്ന കുടം, നഹീം ദുലാന ചാഹിയെ, കമഴ്ത്തി വയ്ക്കരുത്. സന്ദർഭം ഒന്ന് ആലോചിച്ച് നോക്കുക. കടക്കാരൻ പറയുന്ന മറുപടിയാണ്, കാർമേഘം കാണുമ്പോൾ കുടം കഴുകി കമഴ്ത്തി വയ്ക്കരുത് കച്ചവടക്കാരൻ പറഞ്ഞു. മനസ്സിലായോ നിങ്ങൾക്ക്? ആകാശത്തെ നല്ല കാർമേഘങ്ങളെല്ലാം ഇരുണ്ട് കൂടുന്നു. സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഉണക്ക് നല്ല വരൾച്ചയുള്ള സമയമാണെങ്കിൽ വീട്ടിലിരിക്കുന്ന പാത്രങ്ങളുടെ ഉള്ളിൽ അല്പം വെള്ളം കാണും. ഒരു പക്ഷേ അതിനകത്ത് അല്പം അഴുക്കോ അങ്ങനെ എന്തെങ്കിലും കാണും. നല്ല മഴയുടെ ഒരു അന്തരീക്ഷം, കാർമേഘങ്ങളെല്ലാം വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ മനസ്സിൽ വിചാരിക്കും, ഈ അല്പം കുടത്തിലും പാത്രങ്ങളിലും ഇരിക്കുന്ന ഈ കുറച്ചിരിക്കുന്ന ഈ വെള്ളം അങ്ങ് കഴുകി കുടവും പാത്രവും നമുക്ക് വൃത്തിയാക്കി വെക്കാം. ഇപ്പോൾ എന്തായാലും മഴ പെയ്യുമല്ലേ, അപ്പോൾ നമുക്ക് നല്ല വെള്ളം എടുത്ത് ശേഖരിച്ച് വെക്കാമെന്ന്. മഴ പെയ്തിട്ടില്ല, കാർമേഘം കണ്ടിട്ടാണ് നമ്മൾ മനസ്സിൽ ഇങ്ങനെ തീരുമാനം എടുത്ത് ഈ കുടമെല്ലാം കഴുകി വൃത്തിയാക്കി വെക്കുന്നത്. പക്ഷേ അല്പസമയം കഴിയുമ്പോൾ ഈ കാർമേഘങ്ങൾ അങ്ങ് മായുന്നു, മഴ പെയ്യുന്നില്ല. ഇപ്പം നമുക്കുണ്ടാകുന്നൊരു നിരാശ മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കുക. കുടത്തിലിരുന്ന വെള്ളവും പോയി, നല്ല വെള്ളം നമുക്ക് ശേഖരിക്കാൻ പറ്റിയതുമില്ല. അപ്പോൾ ഇതേപോലുള്ളൊരു സന്ദർഭമാണ് ഇവിടെ ഇപ്പോൾ സാഹിലിന് അനുഭവപ്പെട്ടത്. കടയിൽ ചെല്ലുന്നതിന് മുൻപ് വഴിയിൽ വെച്ച് തന്നെ പേനയിൽ ബാക്കി ഉണ്ടായിരുന്ന ഒരല്പം മഷി സാഹിൽ കുടഞ്ഞ് തറയിലേക്ക് അങ്ങ് കളഞ്ഞു. അതിനുശേഷമാണ് കടയിൽ ചെല്ലുന്നത്. കടയിൽ ചെന്ന് മഷി ചോദിച്ചപ്പോഴാണ് കടക്കാരൻ്റെ മറുപടി, മഷി ഇപ്പോഴങ്ങോട്ട് തീർന്നതേ ഉള്ളൂ, ഇനി നാളെ കിട്ടത്തോളെന്ന്. അപ്പോൾ സാഹിൽ കേൾക്കെ ബേല കടക്കാരനോട് സാഹിൽ ചെയ്ത ആ പ്രവൃത്തി അങ്ങ് പറഞ്ഞു. പേനയിൽ ഇച്ചിരി മഷി ഉണ്ടായിരുന്നു, ഇവൻ വന്ന വഴിക്ക് തറയിൽ അങ്ങ് കുടഞ്ഞ് കളഞ്ഞേതെന്ന്. ഇത് കേട്ട കച്ചവടക്കാരൻ പറഞ്ഞ ഒരു പഴഞ്ചൊല്ലാണ്, ഒരു ഉപദേശം കൊടുത്തുക, കാർമേഘം കാണുമ്പോഴേ കുടം കമഴ്ത്തി അങ്ങ് വെക്കരുത്. എന്നിട്ട് ചോദിച്ചു, അവർ പൂച്ച കോൺസീമെ പട്ടേഹോ, ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? കച്ചവടക്കാരൻ 2 കുട്ടികളായിട്ട് ചോദിച്ചാൽ, നിങ്ങൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? പാഞ്ചുവീമേ, 5ാം ക്ലാസ്സിൽ. പാഞ്ചുവീം എന്നെഴുതണം നമ്മൾ, 5ാം ക്ലാസ്, അങ്ങനെ 5ാം അങ്ങനെ പറയണം, അതിന് നമ്മൾ പാഞ്ചുവീം എന്ന് എഴുതുന്നത്. സാഹിൽ ഐസെ ബുരേ മൻസേ ബഥായ, സാഹിൽ ഇങ്ങനെ
ബുരേ മൻ മോശമായ മനസ്സ് എന്ന് പറയുമ്പോൾ ഇഷ്ടമല്ലാതെ ബതായ പറഞ്ഞു. സാഹിൽ അത്ര ഇഷ്ടമല്ലാതെ പറഞ്ഞു, 5ാം ക്ലാസ്സിലാണ്. അവനെന്തോ ഈ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു എന്ന് പറയുന്നതുകൊണ്ട് അത്ര താല്പര്യമില്ല. അപ്പോൾ 5ാം ക്ലാസ്സിലാണ് താല്പര്യമില്ലെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഈ കഥയുടെ ഏറ്റവും അവസാനം മാത്രമാണ് സാഹിൽ എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ വലിയ താല്പര്യമില്ലാതെ സന്തോഷമില്ലാതെ പറഞ്ഞത് എന്ന് നമുക്ക് പിന്നീട് മനസ്സിലാക്കാൻ പറ്റും. ജൈസെ 5वीं में പഠിന പാപഹോ, 5ാം ക്ലാസ്സിൽ പഠിക്കുന്നത് പാപമാണെന്നത് പോലെ. ഈ പോലെ എന്ന് മീനിങ് കിട്ടാനാണ് നമ്മൾ ജൈസെ ചേർക്കുന്നത്. ബാക്കി സെൻറ്റൻസിൻ്റെ വേർഡിൻ്റെ എല്ലാം മീനിങ് പറഞ്ഞതിന് ശേഷം നമ്മൾ ജൈസയുടെ മീനിങ് ഏറ്റവും അവസാനമാണ് പറയുന്നത്. സെൻറ്റൻസ് എഴുതുമ്പോൾ ജൈസെ നമ്മൾ ആദ്യം എഴുതി പോകും, പക്ഷേ മീനിങ് പറയുമ്പോൾ അതിൻ്റെ ഉപയോഗം ഏറ്റവും അവസാനമായിരിക്കും കിട്ടുന്നത്. 5वीं में പഠിന പാപ് ഹോ ജൈസെ, 5ാം ക്ലാസ്സിൽ പഠിക്കുന്നത് പാപമാണെന്നത് പോലെ. എന്തോ വലിയ പാപം ചെയ്തതുപോലെ 5ാം ക്ലാസ്സിലെ പഠനം. സാഹിലിന് പക്ഷേ അങ്ങനെയാണ് തോന്നുന്നത്. കച്ചവടക്കാരന് കൊടുത്ത മറുപടിയാണ്. നിങ്ങൾ രണ്ടുപേരും ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 5ാം ക്ലാസ്സിലാണ്. ഇത് പറഞ്ഞത് അത്ര ഇഷ്ടമല്ലാതെ പറഞ്ഞു. അപ്പം കച്ചവടക്കാരന് മറ്റൊരു ചോദ്യം, ദോനോ, രണ്ടുപേരും? ഹാം ദോനോ, അതെ രണ്ടുപേരും. അവർ ഹം ദോനോ കാ സെക്ഷൻ ഫീ ഏക് ഹി ഹോ യേ. ഹം ദോനോ കാ സെക്ഷൻ ഫീ, സെക്ഷൻ ഡിവിഷൻ, ഞങ്ങളുടെ രണ്ടിൻ്റെയും ഡിവിഷനും ഒന്നാ, എ ഡിവിഷൻ. ബേലാനെ ഐസെ കുശ് ഹോക്കർ ബഥായ, ബേല ഇങ്ങനെ സന്തോഷത്തോടെ പറഞ്ഞു. കുശ് ഹോക്കർ ബഥായ, സന്തോഷത്തോടെ പറഞ്ഞു. സാഹിൽ പറഞ്ഞത് ബുരേ മനസ്സേ ബഥായ, ബേല പറഞ്ഞത് കുശ് ഹോക്കർ ബഥായ. അതാണ് പ്രത്യേകത. ജൈസെ യഹ് കോയി ബൗത്ത് ബഡി ബാത്ത് ഹോ, ഇത് ഏതോ വലിയ കാര്യമാണെന്നത് പോലെ. 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു, രണ്ടുപേരും ഒരു ക്ലാസ്സിലാണ്, രണ്ടുപേരും ഒരേ ഡിവിഷനിലാണ് പഠിക്കുന്നത്. ഇതൊക്കെ ഏതോ വലിയ ഒരു കാര്യമാണ് എന്ന ഒരു സന്തോഷത്തോടെ ബേല മറുപടി പറഞ്ഞു. ഈ മറുപടിക്ക് ശേഷം കുട്ടികൾ കടയിൽ നിന്നങ്ങ് പോവുകയാണ്. അപ്പോൾ ഇത്രയും ഭാഗമാണ് നമ്മുടെ വാർത്താലാപിന് ഉപയോഗിക്കേണ്ട സന്ദർഭം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 കഥാപാത്രങ്ങൾ സംസാരിക്കണം. അത് നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ സാഹിലിന് നമ്മൾ ഏത് ഡയലോഗ് കൊടുക്കണം നമുക്ക് തീരുമാനിച്ചങ്ങ് എഴുതാം. ബേലയ്ക്ക് ഏത് ഡയലോഗ് കൊടുക്കണം അത് നമുക്ക് തീരുമാനിക്കാം. പിന്നെ ഈ കടക്കാരൻ പറയുന്ന ചില മറുപടികൾ ഇതിനകത്ത് കിടപ്പുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ടെസ്റ്റ് കിടക്കുന്ന കണക്ക് തന്നെ തുടങ്ങാം. സാഹിൽ പറയുന്നതിനേക്കാൾ മുൻപ് ബേലയാണ് കഥയിൽ ആദ്യം സംസാരിക്കുന്നത്. ഒരു പേന മഷി നിറച്ച് താ. നിങ്ങൾക്കത് ബേല പറയുന്നതായിട്ട് തന്നെ ആണെങ്കിൽ എഴുതാം, ടെസ്റ്റ് കിടക്കുന്ന കണക്ക് തന്നെ. അതല്ലെങ്കിൽ നമുക്ക് ഇതിനേക്കാളും നല്ലതുപോലെ ഒരു സെൻറ്റൻസ് നമുക്ക് വേണമെങ്കിൽ ആദ്യം കൊടുത്ത് വേണമെങ്കിലും വാർത്താലാപ് തുടങ്ങാം. കാരണം 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ്, കൊച്ചു കുട്ടികളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ കുട്ടികൾ കടയിലെടുത്തോട്ട് ചെല്ലുമ്പോൾ തന്നെ കടക്കാരനെ വേണമെങ്കിൽ കുട്ടികളെ അകത്തോട്ട് വിളിച്ചിട്ട് ചോദിക്കാം, മക്കളെ എന്തോ വേണം നിങ്ങൾക്ക് എന്നൊരു സ്വാഭാവികമായ രീതിയിൽ വേണമെങ്കിൽ സംഭാഷണം നമുക്ക് വേണമെങ്കിൽ ആദ്യം എഴുതാം. അവൻ ബച്ചെ എന്നോ ബേട്ട എന്നോ വേണമെങ്കിൽ കൊടുക്കാം. ബച്ചെ ക്യാ ചാഹിയേ, എന്തു വേണം. അല്ലെങ്കിൽ ബേട്ടെ ക്യാ ചാഹിയേ, എന്ത് വേണം. എന്ത് വേണം എന്നുള്ളതിൻ്റെയാണ് ക്യാ ചാഹിയേ. അപ്പോൾ ബേലയ്ക്ക് ഉത്തരം പറയാൻ വേണ്ടുന്ന എന്താണെന്ന് ബേലയിൽ 2 കുത്തു എടുത്തിട്ട് ഏക പെൻ സ്യാഗി ഫർദോ, ഒരു പേന മഷി നിറച്ച് താ. ബേലയുടെ മറുപടിയായി. അവൻ കച്ചവടക്കാരന് ഉത്തരം പറയാൻ പറ്റും, ബേട്ടെ മഷിയുടെ കുപ്പി ഇപ്പോഴങ്ങോട്ട് ഒഴിഞ്ഞതേ ഉള്ളൂ. മക്കളെ മഷിക്കുപ്പി ഇതാ ഇപ്പോഴങ്ങോട്ട് ഒഴിഞ്ഞതേ ഉള്ളൂ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്യാഹി കി ബോതൽ, മഷിക്കുപ്പി. ഈ 2 വേർഡിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒറ്റ വേർഡ് എഴുതാം, 1 വേർഡ് എഴുതാം. ദവാത്ത് എന്ന്, ദവാത്ത് മഷിക്കുപ്പി. ദവാത്ത് എന്നാണ്, ദവാത്ത് എഴുതുമ്പോൾ വെറും തായാണ് അക്ഷരം. ദവാത്ത് എന്ന് പറയുമ്പോൾ വെറും തായാണ് അക്ഷരം. ദവാത്ത് ദാ എഴുതി വാ എഴുതിയിട്ട് വെറും തായാണ് ഉപയോഗിക്കേണ്ട അക്ഷരം. താ കാണാൻ പറ്റത്തില്ല, തായാണ് താ. ദവാത്ത് മഷിക്കുപ്പി. അപ്പോൾ നിങ്ങൾക്ക് ആ ഒറ്റ വേർഡ് വേണമെങ്കിൽ എഴുതാം. അതായത് ദവാത്ത് അഭി അഭി കാലി ഹോ ഗയ,
മഷിക്കുപ്പി ഇപ്പോഴങ്ങോട്ട് കാലിയായതേ ഉള്ളൂ. കച്ചവടക്കാരൻ്റെ മറുപടിയാണ്. സ്വാഭാവികമായിട്ട് ഇനി സാഹിലിന് ചോദിക്കാം, ഫിർ കബ് മിലേഗ, ഇനി എപ്പം കിട്ടും? കച്ചവടക്കാരൻ്റെ മറുപടി, കൽഹി മിൽപ്പായേക, നാളെ കിട്ടും. അപ്പോഴേ ബേലയ്ക്ക് പറയാം, ഇവനാണെങ്കിലേ പേനയിൽ ബാക്കിയിരുന്ന മഷി കുടഞ്ഞങ്ങ് കളഞ്ഞ്. ടെസ്റ്റിൽ അതേ കണക്ക് തന്നെ കിടപ്പുണ്ട്. ഇസ്നേത്തോ പെൻമയും ജോ സ്യാഹീദി ഉസേഫി സെമീൻ പർ ചിട്ക് ദിയ, ഇവൻ പേനയിലുണ്ടായിരുന്ന മഷി കുടഞ്ഞങ്ങ് കളഞ്ഞു. അപ്പം കച്ചവടക്കാരൻ പറയുന്ന ആ ഒരു ഉപദേശമാണ്, കാർമേഘം കാണുമ്പോഴേ കുടം കമഴ്ത്തി അങ്ങ് വെക്കരുത്. ബാദൽക്കോ ദേക്ക് കറ് ഖടേക്കോ നഹീൻ ദുലാന ചാഹിയെ, അത് എഴുതുമ്പോൾ മാത്രം ശ്രദ്ധിക്കണം. അത് പറഞ്ഞിട്ട് ആ ഡയലോഗിൽ തന്നെ കച്ചവടക്കാരൻ ചോദിക്കണം, നിങ്ങൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്, കോൺസീമേം പട്ടേഹോ, അത് അവിടെ തന്നെ ചോദിക്കണം. അതായത് കാർമേഘം കാണുമ്പോൾ കുടം കമഴ്ത്തി വെക്കരുത് എന്ന് പറഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് അവിടെ തന്നെ വീണ്ടും ചോദ്യം ചോദിക്കണം, ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു. ബേലയോ സാഹിലോ ആരെങ്കിലും ഉത്തരം പറയണം, പാഞ്ച് വീമേം, അത്രയും മാത്രം. അത് ഇഷ്ടപ്പെട്ട ആർക്ക് വേണമെങ്കിലും പറയാം. അപ്പോഴടുത്ത ഡയലോഗായിട്ട് കച്ചവടക്കാരൻ ചോദിക്കണം, ദോനോം, രണ്ടുപേരും, ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കണം. അപ്പോഴാർക്കെങ്കിലും ഉത്തരവും പറയാം, അതെ രണ്ടുപേരും. എന്നിട്ട് നിങ്ങൾ എഴുതുന്ന ഡയലോഗ് ആരാ പറയാൻ നോക്കണം. എന്നിട്ട് അടുത്ത ആളായിട്ട് വീണ്ടും പറയണം, ഞങ്ങളുടെ ഡിവിഷനും ഒന്നാ, ഞങ്ങൾ എ ഡിവിഷനിലാണ് പഠിക്കുന്നത്. ഇത്രയും നമുക്ക് ടെസ്റ്റിൽ കിട്ടും. അപ്പോൾ ആ ഡയലോഗ് പറയുന്നത് ആരാണ് എന്ന് എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. എന്നിട്ട് ഒരു ചോദ്യം കൂടെ ചോദിച്ചിട്ട് വേണം നിർത്താൻ. ഞങ്ങൾ പോട്ടെ, നാളെ വരാം എന്ന് പറഞ്ഞിട്ട് നമുക്ക് യാത്രയാവുന്നതായിരിക്കും ഒരു നല്ല ഡയലോഗ്, ഒരു വാർത്താലാപിൻ്റെ ഒരു അവസാന ഭാഗം. പോട്ടെ എന്ന് ചോദിക്കും, പോട്ടെ, ജായേം, പോട്ടെ, കൽ ആയേം, നാളെ വരാം. അപ്പോൾ രണ്ട് വേർഡാണ്, ജായേം, കൽ ആയേം. ജായേം പോട്ടെ, കൽ ആയേം, നാളെ വരാം. അപ്പം പോട്ടെ, വരാം, അതാണ് രണ്ട് വേർഡുകൾ. അപ്പോൾ അങ്ങനെ എഴുതിയാൽ നല്ലൊരു വാർത്താലാപാകും. അപ്പോൾ എഴുതുമ്പോഴിങ്ങനെ ഈ പുസ്തകം തുറന്ന് വെച്ചിട്ട് നിങ്ങൾ ടെസ്റ്റിലെ ഓരോ ഡയലോഗും നോക്കി നോട്ട് ബുക്കിലോട്ട് എഴുതാൻ ശ്രമിക്കരുത്. അതാകുമ്പോൾ നിങ്ങൾക്ക് പിന്നീട് പരീക്ഷയ്ക്ക് ഈ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കാണാൻ പഠിക്കേണ്ടി വരും അതിന് മുമ്പായിട്ട്. അപ്പോൾ ഈ സന്ദർഭം മനസ്സിലാക്കി നിങ്ങൾ നോക്കുക. ചെറിയൊരു സന്ദർഭം മാത്രമേ ഉള്ളൂ. കുട്ടികൾ കടയിലേക്ക് വരുന്നു, 5 പൈസയുടെ മഷി ചോദിക്കുന്നു. കടക്കാരൻ പറയുന്നു, മഷിക്കുപ്പി ഇപ്പോഴങ്ങോട്ട് കാലിയായതേ ഉള്ളൂ, മഷി ഇപ്പോഴങ്ങോട്ട് തീർന്നു പോയതേ ഉള്ളെന്ന്, ഇനി നാളെ കിട്ടത്തുള്ളെന്ന്. അപ്പോഴൊരു മറുപടി, വരുന്ന വഴിക്ക് പേനയിൽ ഇച്ചിരി ഇരുന്ന മഷി ഇവൻ കുടഞ്ഞങ്ങ് കളഞ്ഞു. അപ്പം കച്ചവടക്കാരൻ്റെ ഉപദേശം, കാർമേഘം കാണുമ്പോഴേ കുടം കഴുകി കമത്തി വയ്ക്കരുത്. ഇത്രയുള്ള സന്ദർഭം. ഇതിൻ്റെ വേർഡ് മീനിങ് മനസ്സിലാക്കി വെച്ചിട്ട് ഇത് സ്വന്തമായിട്ട് എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ സ്വന്തമായിട്ട് നിങ്ങൾ എഴുതുമ്പോൾ ഏതെങ്കിലും വേർഡിൻ്റെ മീനിങ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ അത്രയും സ്ഥലം ഇട്ടേക്കുക. ബാക്കിയെല്ലാം എഴുതി തീർന്നതിന് ശേഷം ടെസ്റ്റ് തുറന്നു വെച്ചിട്ട് ആ വിട്ടുപോയ വേർഡ് എന്താണോ അത് എഴുതി ചേർക്കുക. അപ്പോൾ ആ വേർഡ് ഒഴികെ ബാക്കിയെല്ലാം നിങ്ങൾ സ്വന്തമായിട്ട് എഴുതിയതായിരിക്കും. അപ്പോൾ ആ വേർഡ് മാത്രം നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ ഇത് സുന്ദരമായിട്ടൊന്നും എഴുതാൻ പറ്റും. അല്ല ടെസ്റ്റ് തുറന്നു വെച്ച് ടെസ്റ്റ് കിടക്കുന്ന അതേ കണക്ക് തന്നെ കുത്തും കോമയും വരയും എല്ലാം ആയിട്ട് അതേ കണക്ക് എഴുതി അങ്ങ് വെക്കരുത്. അത് പിന്നീട് നമുക്ക് ദോഷം ചെയ്യും. കാരണം ഇത് അത്രയ്ക്ക് എളുപ്പമുള്ളൊരു പാഠമാണ്. നമ്മൾ തന്നെ കടയിലേക്ക് ചെല്ലുന്ന ഒരു സന്ദർഭമായിട്ട് നമുക്കിതിനെ കരുതിയും എഴുതാൻ പറ്റും. നിങ്ങൾ കടയിൽ ചെല്ലുന്നു, പേന മഷി തണയ്ക്കാൻ പറയുന്നു. അപ്പം കടക്കയില്ല, മഷി തീർന്നു, ഇനിയിപ്പോൾ നാളെ കിട്ടത്തുള്ളൂ. അപ്പം നമുക്ക് പറയാൻ പറ്റും, ഇവനാണെങ്കിൽ ഇവൻ്റെ അഹങ്കാരം, ഇവൻ പേനയിൽ വെച്ച് മഷി എടുത്താൽ കുടഞ്ഞങ്ങ് കളഞ്ഞു. ആ കാർമേഘം കണ്ടിട്ട് എന്തിനാ കുടം കമിഴ്ത്തി വെക്കുന്നത്, അതുകൊണ്ടല്ലേ അബദ്ധം പറ്റിയേ. ഇനിയിപ്പോൾ എന്തോ ചെയ്യുമ്പോൾ ഇനി മഷി നാളെ കിട്ടത്തുള്ളൂ. ഇപ്പം കുട്ടികളിങ്ങനെ നിരാശയോടെ നിൽക്കാൻ സ്വാഭാവികമായിട്ട്. നിങ്ങൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞങ്ങൾ 5ാം ക്ലാസ്സിലാണ്. രണ്ടുപേരും 5ലാണോ? ഞങ്ങൾ രണ്ടുപേരും 5ലാണ്. നിങ്ങൾ രണ്ടുപേരും ഒരു ഡിവിഷനിലാണ് പഠിക്കുന്നത്. ഇതൊക്കെ ഒരു സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നുന്നൊരു സംഭാഷണങ്ങളാണ്. അപ്പോൾ ആ രീതിയിൽ നിങ്ങളിത് എഴുതി വെക്കുക. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് ഇവർക്ക് ആർക്കാണ് മഷി നിറയ്ക്കേണ്ടത്. അപ്പോൾ ഞാൻ ഉത്തരം പറഞ്ഞാണ് സാഹിലിനാണ് നിങ്ങൾ പ്രത്യേകം പഠിച്ചും വെക്കണം. അപ്പോൾ ആ ഒരു ഏപ്പാർട്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. പിന്നെ കടയിൽ ചെല്ലുന്ന ഈ വാർത്താലാപം ഉണ്ട്. കടയിലേക്ക് പോകുന്നതിന് മുമ്പ് സാഹിൽ എന്താ ചെയ്തതെന്നൊരു ചോദ്യം ചോദിക്കാം. പേനയിലെ ബാക്കി ഉണ്ടായിരുന്ന മഷി കുടഞ്ഞു കളഞ്ഞു എന്ന് ഉത്തരം കിട്ടും.
പരമാവധി ചെറിയ ചെറിയ ചോദ്യങ്ങൾ കണ്ടെത്തിയിട്ട് അതിൻ്റെ ഉത്തരങ്ങൾ എഴുതാൻ പഠിക്കുക. അപ്പം നമുക്ക് ഈ പാഠത്തിലേക്ക് കൂടുതൽ ചെല്ലാൻ നമുക്ക് പറ്റും. നമ്മൾ തന്നെ ചെറിയ ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നു, നമ്മൾ അതിൻ്റെ ചെറിയ ചെറിയ ആൻസറുകളും കണ്ടുപിടിക്കുന്നു. അപ്പോൾ ഈ കഥയും നമ്മളുമായിട്ട് ഇച്ചിരി അടുത്ത് നല്ല ഒരു ബന്ധം നമുക്ക് സ്ഥാപിച്ചെടുക്കാൻ പറ്റും. കുട്ടികൾ എത്ര പൈസയുടെ മഷിയാണ് ആവശ്യപ്പെട്ടത്, ചോദിച്ചത് ഒരു ചെറിയ ക്വസ്റ്റ്യനാണ്. അത് നമുക്ക് ഈ കഥയിലേക്ക് ഇറങ്ങാനുള്ളൊരു വഴിയാണ് അതൊക്കെ. എത്ര പേനയുടെ മഷി, എത്ര രൂപയുടെ മഷി, 5 പൈസയാണ്, 5 പൈസയുടെ മഷി നിറച്ചിത്താ എന്നാണ് കിടക്കുന്നത്. ഇനി കുട്ടികൾ ഏത് മഷിയാണ് ആവശ്യപ്പെട്ടത്, ഏത് നിറത്തിലെ മഷി ആവശ്യപ്പെട്ടത്, നീല മഷിയാണ്, 5 പൈസയുടെ നീല മഷി നിറച്ചിത്താ എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കൊച്ചു കൊച്ചു വാക്കുകൾ വെച്ചിട്ട് നമുക്ക് ഡയലോഗ് കണ്ടുപിടിക്കാൻ പറ്റും. ചെറിയ ചെറിയ ക്വസ്റ്റ്യനുകൾ അതിലൂടെ വാർത്താലാപിലേക്ക് നീങ്ങാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ പാഠം വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് വായിച്ച് മനസ്സിലാക്കി പഠിച്ചു പോകണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച നല്ല എളുപ്പമുള്ള കഥയാണ്, വലിയ ഹിന്ദി വേർഡുകളൊന്നും വരത്തില്ല. അപ്പോൾ നമ്മൾ ആ സന്ദർഭങ്ങൾ മനസ്സിലാക്കി പോകുക. ഈ കടയിൽ ചെല്ലുന്ന ഈ ഒരു വാർത്താലാപ് തിരക്കഥയുടെ രൂപത്തിലാണ് പരീക്ഷയ്ക്ക് 2-3 പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്, തിരക്കഥയായിട്ട് മാറ്റാൻ. അപ്പോൾ ഇതിനകത്ത് നമ്മളൊരു തിരക്കഥ എഴുതുക എന്ന് പറയുമ്പോൾ വലിയ പ്രയാസമില്ല. ഇനി കുട്ടികൾ കടയിൽ ചെല്ലുന്നു, കച്ചവടക്കാരനോട് മഷി ആവശ്യപ്പെടുന്നു, യാത്രക്കിടയിൽ സാഹിലെ പേനയിലിരുന്ന മഷി കുടഞ്ഞ് കളയുന്നു. ഇത്രയും ഒരു 3-4 ചെറിയ സെൻറ്റൻസുകൾ സിറ്റുവേഷനായിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഈ വാർത്താലാപം എഴുതി അങ്ങ് പോകാൻ പറ്റും. അപ്പം തിരക്കഥ എഴുതുമ്പോൾ ആദ്യം എങ്ങനെയാണ് തുടങ്ങേണ്ടത്, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പഠിച്ചു വെച്ച കാര്യങ്ങളാണ്. അപ്പം നിങ്ങൾ വാർത്താലാപം എഴുതി വെക്കുക. തിരക്കഥയായിട്ട് നമുക്കിതിനെ പിന്നെ മാറ്റാൻ പറ്റും. കാരണം വാർത്താലാപമാണ് ദൈർഘ്യമുള്ളത്. അത് തിരക്കഥയാകുമ്പോൾ ഇതിൻ്റെ ആദ്യം ചില 1-2 കൊച്ചു വാക്കുകൾ എഴുതുക. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ഒരേ ക്യാമറകൾ വയ്ക്കാം. അവസാനം ചെറിയ സെൻറ്റൻസ് എഴുതിയിട്ട് കട്ടും ചെയ്യാം. പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ചെയ്യേണ്ടത്. നിങ്ങൾ 9ാം ക്ലാസ്സിൽ എഴുതിയിട്ടുള്ളതാണ്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ മനസ്സിലായി കാണും. തിരക്കഥ എഴുതുമ്പോൾ നമ്മൾ ആദ്യം കൊടുക്കേണ്ട സാധനം സ്ഥലം കൊടുക്കും. സ്ഥാൻ എഴുതി 2 കുത്ത് കൊടുക്കും. ഇവിടെ നിങ്ങൾ സ്ഥാനം എന്ന് എഴുതിയിട്ട് എന്തോ സ്ഥലപ്പേര് കൊടുക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എന്തോ നല്ലൊരു സ്ഥലപ്പേര്. ഞാൻ നേരത്തെ പറഞ്ഞൊരു പേര് നിങ്ങൾ ഓർത്ത് വയ്ക്കണം. സ്ഥലത്തിൻ്റെ പേര് ഫുലേറ. നമുക്ക് ആ സ്ഥലത്തിൻ്റെ പേരങ്ങ് എഴുതി കൊടുക്കാൻ പറ്റും. ഇവിടെ സ്ഥാനം എന്ന് എഴുതി 2 കുത്ത്, അവിടെ ഫുലേറ. ആദ്യം സ്ഥലം കൊടുക്കുക, ഫുലേറ. രണ്ടാമത് സമയം കൊടുക്കുക, ഇഷ്ടപ്പെട്ട സമയം കൊടുക്കാം. ഏത് സമയം എഴുതിയാലും നമ്മൾ അതിനകത്ത് ബജെ എന്ന് എഴുതണം. ബജെ, ബായിഞ്ചായി, ബജെ, നൗ ബജെ, 9 മണി. ഇനി കഥാപാത്രം കൊടുക്കണം. ഇവിടെ കഥാപാത്രം കൊടുക്കുമ്പോൾ ഇവരെ 3 പേരുടെ പേര് എഴുതണം. കഥാപാത്രം എന്ന് എഴുതി കുത്തിട്ടിട്ട് 3 പേരുടെ പേരുകൾ. സാഹിൽ, ബേല, ദുക്കാൻദാർ. നമുക്കതിൻ്റെ 3ൻ്റെ ആവശ്യമേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ ബ്രാക്കറ്റിനകത്ത് ഒരു സിറ്റുവേഷൻ കൊടുക്കും, ഒരു 3 ചെറിയ ഡയലോഗുകൾ. അതിനുശേഷം നമ്മൾ വാർത്താലാപം എഴുതി പോകും. ഏറ്റവും ലാസ്റ്റിലെ വാർത്താലാപ് തീരുന്നതിൻ്റെ ഏറ്റവും അവസാനം ബ്രാക്കറ്റിനകത്ത് നമ്മൾ ചെറിയ ഒരു സെൻറ്റൻസ് എഴുതും. എല്ലാ തിരക്കഥയും അങ്ങനെയാണ്. ഇവിടെ നമുക്ക് എഴുതാൻ പറ്റുന്നത് സാഹിലും ബേലയും സ്കൂളിലേക്ക് പോകുന്നു, തിരിച്ചു പോകുന്നു. അങ്ങനെ എഴുതാൻ പറ്റും. സാഹിലും ബേലയും സ്കൂളിലേക്ക് തിരിച്ചു പോകുന്നു, ബ്രാക്കറ്റിനകത്ത്. അതിനുശേഷം നമ്മൾ കട്ട് എന്ന് എഴുതും. പിന്നെ നമുക്ക് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നത് ഒരു സീനുള്ള ഏകദൃശ്യ പട്കഥയാണ്. ഒരു സീനുള്ള പട്കഥയാണ്. അപ്പോൾ സീൻ ഒന്നൊന്നും പറഞ്ഞായിരിക്കും നമ്മൾ എഴുതി പോകുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് പിന്നീട് ചെയ്താൽ മതി. അതൊക്കെ നമുക്ക് ക്ലാസ്സിൽ നിങ്ങൾ നേരിട്ട് കണ്ട് ഈ സാധനങ്ങളൊക്കെ ബോർഡിൽ എഴുതിയിട്ട് ഏത് തിരക്കഥ വന്നാലും ഇങ്ങനെയൊക്കെയാണ് എഴുതേണ്ടത് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പിന്നീട് പഠിക്കാം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടുന്നത് നല്ല ഒരു വാർത്താലാപ്, ഇതിനെ പറ്റിയ നല്ലൊരു വാർത്താലാപ് ചെയ്ത് വച്ചേക്കുക. അത് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടെസ്റ്റിൽ കിടക്കുന്ന അതേപോലെ സെൻറ്റൻസുകൾ എഴുതി പോകരുത്. ചില സെൻറ്റൻസ് അങ്ങനെ എഴുതാൻ പറ്റൂ, എങ്കിലും നിങ്ങളുടേതായ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തി ഇത് നല്ല ഒരു വാർത്താലാപാക്കി ചെയ്തു വെക്കുക. നമ്മുടെ കഥയുടെ ഒരു ഭാഗം ഇവിടെ അങ്ങ് തീർന്നത്. ഈ വാർത്താലാപോടുകൂടി ഒരു സന്ദർഭം അങ്ങ് തീരുകയാണ്. ഇനി ഇവർ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ഇവരിയ്ക്കുന്ന രീതി, ഇവർ പഠിക്കുന്ന രീതി, അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയുള്ള കഥയുടെ മറ്റൊരു സന്ദർഭമാണിനി. അപ്പോൾ മറ്റേ സന്ദർഭം എന്ന് പറയുമ്പോൾ
കഥയുമായിട്ട് ബന്ധപ്പെട്ട് തീർത്തും വ്യത്യസ്തമായ രീതിയാണ്. ക്ലാസ്സിൽ നടക്കുന്ന ചില അനുഭവങ്ങൾ, ക്ലാസ്സിലേക്ക് ഒരു അധ്യാപകൻ വരുമ്പോഴുണ്ടാകുന്ന കുട്ടികളുമായിട്ടുണ്ടാകുന്ന ചില പ്രത്യേക സന്ദർഭങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഡയറിയും വാർത്താലാപവും തിരക്കഥയും ക്വസ്റ്റ്യൻ ആൻസറും ഒക്കെ ഉള്ളൊരു ഭാഗമാണ് ഇനി വരുന്നത്. വളരെ പ്രധാനപ്പെട്ട സന്ദർഭങ്ങളാണ് ഇനി അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അത് നമുക്ക് പിന്നീട് നോക്കാം. ഇത്രയും കാര്യങ്ങൾ ചെയ്യുക. ഈ ഒരു വാർത്താലാപ് എഴുതി വെക്കുക. വാർത്താലാപിൽ നിന്നുമുള്ള തിരക്കഥ നമുക്ക് പിന്നീട് ചെയ്താൽ മതി. തൽക്കാലം നല്ലൊരു വാർത്താലാപ് മാത്രം എഴുതി വെച്ചേക്കുക.